പാലക്കാട് ട്രെയിൻ തട്ടി കാട്ടാനയ്ക്ക് പരിക്ക്. പുലർച്ചെ കൊട്ടേക്കാട് വച്ചാണ് സംഭവം. കാട്ടിലേക്ക് കയറിയ ആന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. വെറ്റിനറി സംഘം ഉടൻ ആനയെ പരിശോധിക്കും. എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഈ ട്രെയിൻ തട്ടി വലിയ പരിക്കുണ്ടോ ആനയ്ക്ക്? വെറ്റിനറി സംഘം അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീ വാളയാർ റേഞ്ചിൽ വരുന്ന സ്ഥലത്താണ് ഈ കൊട്ടേക്കാടാണ് ഇപ്പോൾ, അതായത് റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് ആനയ്ക്ക് ട്രെയിൻ തട്ടി പരിക്കേറ്റത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ അർദ്ധരാത്രിയിൽ ആണ് ആനയ്ക്ക് ഈ ട്രാക്ക് മുറിച്ച് കടക്കുന്നതിനിടയിൽ ട്രെയിൻ തട്ടി പരിക്കേറ്റത്. പരിക്കേറ്റ ആന ഇപ്പോഴും ആ ട്രാക്കിന്റെ ആ പരിസരത്തുള്ള കുറ്റിക്കാട്ടിൽ തന്നെ ആന നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇതിന്റെ വെറ്റിനറി സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ട് ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ളൊരു നടപടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ആനയെ മയക്കുവെടി വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മയക്കിയോ ആയിരിക്കും ഇതിന് ചികിത്സ നൽകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. പിൻകാലിനാണ് ആനയ്ക്ക് പരിക്കേറ്റിട്ടുള്ളത്. പരിക്കിന്റെ ആഴം വ്യക്തമാക്കണമെങ്കിൽ ആനയെ പൂർണ്ണമായും ഇത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും എന്തായാലും ഇപ്പോൾ ചികിത്സ നൽകുന്ന ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാകുക. നമുക്കറിയാം, ഈ വാളയാർ കൊട്ടേക്കാട് ഭാഗത്ത് നിരവധി കാട്ടാനകൾ ഇതുപോലെ തന്നെ ട്രെയിൻ ഇടിച്ച് ചരിഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാനമായ ആനത്താരകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. സ്വാഭാവികമായും ആനകൾ പലപ്പോഴും ഈ ട്രാക്ക് മുറിച്ച് കിടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടാകുന്നത്. അത്തരത്തിലൊരു അപകടമാണ് ഇന്നലെ രാത്രിയിൽ ഉണ്ടായത്. എന്തായാലും ആനയെ ഇപ്പോൾ ചികിത്സ നൽകുന്നതിനുള്ള നടപടി ഏറെക്കുറെ പൂർത്തിയായി എന്നാണ് ഇപ്പോൾ നമുക്ക് വനം വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വിനേഷ്, ഈ ട്രാക്കിനോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെ ആന നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാരമായി അതിന് പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒപ്പം ഇനി ആനയുടെ പൂർണ്ണ ആരോഗ്യവാനാക്കിയ ശേഷം കാട്ടിലേക്ക് തുരത്താനുള്ള നടപടിക്രമങ്ങളാകുമോ വനം വകുപ്പ് സ്വീകരിക്കുക? അശ്വതി, ഇതിന്റെ പിൻകാലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആന അവിടെ നിൽക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആന ഈ കുറ്റിക്കാട്ടിനകത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ വലിയ പരിക്കാണെങ്കിൽ ആനയ്ക്ക് നടക്കാനൊന്നും കഴിയാത്തൊരവസ്ഥ വരും. അങ്ങനെ വരികയാണെങ്കിൽ ആന ഇവിടെ കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്കായിരിക്കും പോവുക. പക്ഷെ അത്തരത്തിലൊന്നുമില്ല. എന്തായാലും പിൻകാലിൽ സാരമുള്ള മുറിവാണോ ആനയ്ക്ക് ഉണ്ടായിട്ടുള്ളത്, സാരമുള്ള പരിക്കാണോ എന്നുള്ളത് കൃത്യമായ ഒരു പരിശോധന വെറ്ററിനറി സംഘം നടത്തിയാൽ മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും പരിക്ക് പറ്റിയിട്ടുണ്ട്. ട്രെയിനിന്റെ ഒരു ഭാഗം ഒരുപക്ഷെ മുറിച്ച് കടന്നതിന് ശേഷം കാലെടുത്ത് വെച്ചോ മറ്റോ ആയിരിക്കണം പരിക്ക് പറ്റിയിട്ടുണ്ടാവുക എന്ന് പറയുന്നു. സാധാരണ നിലയിൽ ട്രാക്കിന് നടുവിലാണെങ്കിൽ ആന ചരിയാൻ തന്നെയാണ് സാധ്യത. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഈ പ്രദേശത്ത്, ഈ കൊട്ടേക്കാട് തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ എന്തായാലും ഇത് കൃത്യമായി തന്നെ വിദഗ്ധ സംഘം എത്തിയ ശേഷം പരിശോധന നടത്തിയാൽ മാത്രമായിരിക്കും ഇതിന്റെ പരിക്ക് വ്യക്തമാവുകയുള്ളൂ. ശരി വിനേഷ്.